ഇന്ന് ഷെജിർ വർക്കിന് പോകുമ്പോൾ പിന്നാലെ ഐസും കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ അവർ പോയതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലേക്കാണ് കയറിയത്. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസത്തെ മുട്ടക്കറി ഇരിപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ടാണ്. സൈഡിലായിട്ട് മുട്ടക്കറി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അപ്പത്തിൻ്റെ മാവ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അധികം ടൈമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്ര പെർഫെക്റ്റ് ആയിട്ട് അപ്പം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പം മുട്ടക്കറിയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ്. ഇവിടെ അധികവും ബിരിയാണി, മന്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ലഞ്ചിന് ഉണ്ടാവാറുള്ളത്. അത് സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് തന്നെ മടുപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സാധാ ചോറൊക്കെയാണ് ഇന്ന് വെക്കുന്നത്. അങ്ങനെ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിൽ വെക്കുകയാണ്. ഈ റൈസ് പിന്നെ അത്ര വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ആവും. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് സോയാബീൻ ഫ്രൈ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സോയാബീൻ കുറച്ചത് അതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നുണ്ട്. ചിക്കൻ ഓൾറെഡി ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്ഥിരം കഴിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് വേണ്ടാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ സോയാബീൻ മസാല ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ ഒരു ബുൾസൈയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് നോർമൽ ഓംലേറ്റ് ആയി കഴിക്കണേക്കാൾ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ബുൾസൈ ആക്കി കഴിക്കണതാണ് കേട്ടോ. അതും നല്ല എരിവിലൊക്കെ വേണം. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ചിക്കൻ മസാലയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഐസുനാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണ് കേട്ടോ, അത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അവൾക്ക് ഞാൻ ഓംലേറ്റ് ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ മറ്റേതിൽ എരിവും കൂടുതലാവുമല്ലോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. മുട്ട ബുൾസൈ ആക്കിയതും സോയാബീൻ ഫ്രൈ ആക്കിയതും പിന്നെ അതിൻ്റെ കൂടെ ആയിട്ട് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന കടുമാങ്ങാച്ചാറാണ് കേട്ടോ, അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതൊക്കെ ധാരാളമാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനി പ്രത്യേകിച്ച് കറി വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഓക്കെ ബൈ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.